പ്രദീപ്, ഇന്ന് നമ്മോടൊപ്പം ഒരു അതിഥി കൂടിയുണ്ട്. വളരെ വിശിഷ്ട അതിഥിയാണ്. ഇന്നത്തെ ദിവസം ഏറ്റവും കൂടുതൽ ഉചിതമായ ഒരു അതിഥി കൂടിയാണ്. അതെ, ശാരദ ടീച്ചറുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിലെ എന്തോ ചില ഓർമ്മകൾ. ടീച്ചറുടെ അച്ഛൻ, അമ്മ, എൻ്റെ കുടുംബം ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യരായിരുന്നു. ഒരർത്ഥത്തിൽ പകുതി ആശ്രമവാസികളായിരുന്നു. ടീച്ചർ തന്നെ ചെറുപ്പത്തിൽ അവർ നടത്തുന്ന ഒരു സ്കൂളിൽ ബോർഡിങ്ങിൽ നിന്നിട്ടുണ്ട്. ഇതിനെല്ലാം ശേഷം എവിടെയോ ഒരു ഓർമ്മ കിടന്നിരുന്നു. വളരെ വർഷങ്ങൾക്ക് ശേഷം പുസ്തകങ്ങളിലൂടെ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെയും പിന്നാലെ സ്വാമി വിവേകാനന്ദൻ്റെയും വഴികളിലൂടെ സഞ്ചരിക്കുകയല്ല ജീവിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. എന്നിട്ട് സ്വാമി വിവേകാനന്ദൻ സഞ്ചരിച്ച വഴികളിലൂടെ സഞ്ചരിച്ചു എന്നാണ് കേട്ടിട്ടുള്ളത്. നമുക്കത് ടീച്ചറോട് തന്നെ ചോദിക്കാം. ശാരദ ടീച്ചർ തത്സമയം നമ്മോടൊപ്പം ചേരുകയാണ്. ശാരദ ടീച്ചർ, സ്വാഗതം പുത്തൻപുലരിയിലേക്ക്. നമസ്തേ. നമസ്തേ. നമസ്തേ ടീച്ചർ, ആദ്യം തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. എങ്ങനെയാണ് ശ്രീരാമകൃഷ്ണ പരമഹംസരിലും സ്വാമി വിവേകാനന്ദനിലും ആകൃഷ്ടരായത്, അവരുടെ പാഠങ്ങൾ പഠിക്കാൻ ശ്രമിച്ചത്? ശരിക്ക് 1957-58 സമയത്ത് എനിക്കൊരു 11-12 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഒരു കൊല്ലം ശ്രീരാമകൃഷ്ണ ശാരദാ മിഷൻ പുറനാട്ടുകര തൃശ്ശൂർ അവിടെ ഒരു കൊല്ലം ഹോസ്റ്റലിൽ താമസിച്ചു. അവിടുത്തെ ബോർഡിങ്ങിലായിരുന്നു. അങ്ങനെ അവരുമായിട്ടുള്ള ബന്ധം അങ്ങനെയാണ് തുടങ്ങുന്നത്. പിന്നെ അവിടുത്തെ അന്നവർ സന്യാസിനിമാരായിട്ടില്ല, മാതാജിമാർ ബ്രഹ്മചാരിണിമാരാണ്. പിന്നെ സന്യാസിമാർ ആശ്രമത്തിലുണ്ട്. ഇവരുമായിട്ടുള്ള കണക്ഷൻ, ശരിക്കും അവരുടെ സ്നേഹവാത്സല്യങ്ങൾ ഏറ്റാണ് വളർന്നത്. ഒരു കൊല്ലം അവിടെ താമസിച്ചുള്ളൂ, പിന്നെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അങ്ങനെ വന്നെങ്കിലും ആ ഒരു ബന്ധം അങ്ങ് ഭയങ്കര ആഴത്തിലായി. ഞാൻ എല്ലാ കൊല്ലം അവിടെ പോയി താമസിക്കും, അവിടുത്തെ കുട്ടിയായി. ഞാൻ അവരുടെ കുട്ടിയാണെന്നുള്ള മട്ടിലാണ് എനിക്ക് ഇങ്ങോട്ട് വരണ്ട, അവിടെ നിന്നാൽ മതി എന്നുള്ള മട്ടിലായിരുന്നു. അത്ര അടുപ്പമായി. അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോഴൊക്കെ അവിടെ ക്ലാസ്സുകൾ എടുക്കുമ്പോഴൊന്നും ഞാനൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. ക്ലാസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയില്ല, ഗീതാ ക്ലാസ് ഉണ്ട്, പിന്നെ ചില ആധ്യാത്മിക കാര്യങ്ങളൊക്കെ പറയും. ഇതൊന്നും ഞാൻ ശ്രദ്ധിക്കാറില്ല. എന്ന് വെച്ചാൽ പിന്നെ എൻ്റെ മനസ്സ് മുഴുവൻ അവിടുത്തെ മാവും തോപ്പും കശുമാവും അതിൻ്റെ മണ്ടയിലായിരിക്കും. ഞാനൊരു ഭയങ്കര കുസൃതിയായിരുന്നു. പിന്നെ കളികൾ മാത്രം, വായനയില്ല, അങ്ങനത്തെ ഒന്നും ഒരു ശീലമില്ല. ഇതിലൊക്കെ തന്നെയാണ്. അപ്പോൾ ഭയങ്കര അതിലൊക്കെ അങ്ങ് ഇൻവോൾവ് ആയിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇവിടെ എന്ത് പറയുന്നു, ഭഗവാനെ പറ്റിയോ സ്വാമിജിയെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് ഞാൻ അങ്ങനെ കേൾക്കും. ചിലപ്പോൾ വല്ലതും കേട്ടെങ്കിൽ അത് മനസ്സിൽ കിടക്കും, അല്ലാതെ ശ്രദ്ധിക്കലില്ല. പൊതുവെ അങ്ങനത്തെ കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. അപ്പോഴും മനസ്സ് ഈ മാന്തോപ്പിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു രീതിയിലാണ്. പിന്നെ കുസൃതി ആയതുകൊണ്ട് അവർക്ക് കൺട്രോൾ ചെയ്യാനും വിഷമമായിരുന്നു. അതുകൊണ്ടാണ് കൂടുതൽ വാത്സല്യം ഉണ്ടായിരുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അവസാനം 2012 എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, അച്ഛൻ മരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ടാണ്, അമ്മയും മരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ ബാംഗ്ലൂർ മോൻ്റെ അടുത്ത് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ബുക്കുകൾ വായിക്കാൻ തുടങ്ങി. അതൊരു നിമിത്തം കാണുമല്ലോ നമുക്കതിലേക്ക് വരാനായിട്ട്. അങ്ങനെ അവിടെ ചെന്ന് ബാംഗ്ലൂർ ആശ്രമത്തിൽ നിന്ന് ബുക്ക് എടുക്കുന്നു, രാമകൃഷ്ണദേവൻ്റെ ചരിതം വായിക്കുന്നു. പിന്നെ ശിഷ്യന്മാരും ഭഗവാനും തമ്മിലുള്ള കുറേ ബുക്സ്, എത്ര ബുക്സ് വായിച്ചു എന്ന് പറയാനില്ല. വായിച്ചു വന്നപ്പോഴത്തേക്ക് ആവേശമായി. അങ്ങനെ ഭയങ്കരമായിട്ട് അവരുടെ കൂടെ ഞാൻ ജീവിക്കുന്ന ഒരു രീതിയിലായിപ്പോയി. സത്യം പറഞ്ഞാൽ സ്വാമി വിവേകാനന്ദ പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ചെറുപ്രായത്തിലാണ് അവരൊക്കെ സ്വാമിജിയെ അറിഞ്ഞിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ആ രീതിയിലുള്ള ആരാധനയാണ്. ഞാൻ ഈ വയസ്സുകാലത്താണ് സ്വാമിജിയെ കൂടുതൽ പരിചയപ്പെടുന്നത്. അറിയാം, എന്ന് വെച്ചാൽ എൻ്റെ കസിൻസൊക്കെ പറഞ്ഞിട്ട് ആദ്യമായിട്ട് സ്വാമിജിയുടെ ബുക്ക് കൊണ്ടുവന്ന് ശാരദ ചേച്ചിയാണ്. ആദ്യമായിട്ട് സ്വാമിജിയെ പറ്റി പറഞ്ഞ ശാരദ ചേച്ചി. ഇത് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ ഇതൊക്കെ ബുക്ക് കൊടുത്തതോ പറഞ്ഞതോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. അതെങ്ങനെ സംഭവിച്ചു എന്നും എനിക്ക് അറിഞ്ഞൂടാ. അതൊക്കെ ഓരോ നടന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതറിയുന്ന മുഴുവൻ ഈ 2012 ശേഷമാണ്. അച്ഛൻ്റെ എന്തോ പിന്നെ നരേന്ദ്രന് അവസാനം മഹാസമാധിക്ക് മുമ്പ് ശ്രീരാമകൃഷ്ണദേവൻ തൻ്റെ ആധ്യാത്മിക പവർ മുഴുവൻ ട്രാൻസ്മിറ്റ് ചെയ്ത് കൊടുത്തു എന്ന് പറയുന്നുണ്ട്. എല്ലാ ശക്തികളും കൊടുത്തിട്ടാണല്ലോ പോകുന്നത്. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ വെള്ളം കടന്ന് അപ്പുറത്ത് പോകുന്നതും അവിടെ കുറേ വെള്ള നിറത്തിലുള്ള ആളുകളെ കാണുന്നു എന്നൊക്കെ പറഞ്ഞ് ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നിനക്ക് ലോകത്തിന് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ ശക്തിയൊക്കെ ഏൽപ്പിച്ചിട്ടാണ് പോണത് എന്ന് പറഞ്ഞ പോലെ അച്ഛൻ അതുപോലെയുള്ള സ്പിരിച്വൽ പവർ മുഴുവനും എനിക്ക് ട്രാൻസ്മിറ്റ്. അതാണ് ആ ഒരു ചേഞ്ച് പെട്ടെന്ന്.
അങ്ങനെ അത് കഴിഞ്ഞ് അതൊക്കെ വായിച്ച് അവരുടെ കൂടെ ജീവിച്ചു. ഈ വായിച്ച് ഒരു ആവേശമായി, ഊണുമില്ല ഉറക്കമില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ബുക്ക് വായനയായിരുന്നു. മോൻ വാങ്ങിച്ചുകൊണ്ട് തരും ബുക്കുകൾ, അങ്ങനെ വായന, അങ്ങനെ അതിലായി. അങ്ങനെ വന്നാണ് സ്വാമി വിവേകാനന്ദൻ്റെ കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ സന്യാസഗീതം എഴുതിയതിനെ പറ്റി ഉള്ള ഇത് വായിക്കാനായിട്ട്. അപ്പോൾ അമേരിക്കയിലെ പ്രസംഗം ശരിക്കും പറഞ്ഞാൽ ചിക്കാഗോയിൽ ചെന്നിട്ട് ആദ്യത്തെ ആ സിസ്റ്റേഴ്സ് ആൻഡ് ബ്രദേഴ്സ് ഓഫ് അമേരിക്ക എന്ന് ആദ്യം പറയുന്നത് തന്നെ ആ രാമകൃഷ്ണദേവൻ്റെ സന്ദേശം അങ്ങോട്ട് കൊടുക്കലാണ്. യൂണിവേഴ്സൽ ലവ് ആണ് അവിടെ കാണിച്ചത്. ഒരു സാഹോദര്യത്തിൻ്റെ ഒരു ആ ഒരുമിപ്പിക്കലായിരുന്നു അവിടെ. ഭഗവാനെല്ലാം അങ്ങനെയാണല്ലോ, എല്ലാം ഒരു എന്താ സമന്വയം ആണ് ഭഗവാന് സകലതും പറയും. എപ്പോഴും പറയില്ലേ, പല മതങ്ങളുണ്ട്, പല നദികൾ ഒഴുകി അപ്പോഴ ഐഡൻറ്റിറ്റി ഉണ്ട്. ഗംഗയായോ യമുനയായോ നൈലായോ ഒക്കെ വരുന്നുണ്ട്. പക്ഷെ സമുദ്രത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ ആ ഐഡൻറ്റിറ്റി പോയി അതിൽ ലയിച്ചു എന്ന് പറയുന്ന പോലെ ആ ഈശ്വരൻ എന്ന് പറയുന്നുള്ള സത്യം ഒന്നേ ഉള്ളൂ. ആ സത്യത്തിലേക്കുള്ള വഴികളാണ് ഈ ഓരോ മതങ്ങളെന്ന് പറയുന്നത്. മതങ്ങൾ ഈ നദികളുടെ കൂട്ട് പലതിൻ്റെ പല വഴികളാണ്. അപ്പോൾ ആ മതങ്ങൾ നമ്മൾ പിന്നെ അതിന് വേണ്ടിയിട്ട് ആ വഴികൾക്ക് വേണ്ടിയിട്ട് വഴക്ക് പിടിക്കേണ്ട, പോകുന്നത് ഒരു സ്ഥലത്തേക്കാണ്, നമ്മളെല്ലാം എത്തുന്ന ഒരിടത്താണെന്ന് പറഞ്ഞാൽ ഭഗവാൻ ആ ഒരു ഇതാണ് എപ്പോഴും പറയുന്നത്. അപ്പോൾ അതാണ് ആദ്യത്തേൽ സ്വാമിജി അവിടെ ചെന്ന് ആദ്യം പറയുന്ന അങ്ങനെയുള്ള ഒരു ഐഡിയയിലാണ് പറഞ്ഞു തുടങ്ങുന്നത്. പിന്നെ അവിടെ പിന്നെ എന്താ പിന്നെ അതോടെ ഹീറോ ആയല്ലോ. പിന്നെ പ്രസംഗങ്ങളായി, റെസ്റ്റ് ഇല്ലാത്ത ഇതായി. അങ്ങനെ വന്ന് അവസാനം പിന്നെ കുറച്ച് ടയേർഡായി, ഇങ്ങനെ ഇതായി കഴിഞ്ഞ് എക്സോസ്റ്റഡ് ആയതുപോലെ ആയി. അല്ലാതെയും കുറച്ചിങ്ങനെ പല പ്രശ്നങ്ങളും വന്ന് കുറച്ച് സ്വൈരമായിട്ട് അധികം ആളുകളുടെ ഇടയിൽ നിൽക്കാതെ ഒഴിഞ്ഞു പോകാമെന്ന് വിചാരിച്ചു. ഒരു സമ്മർ സ്പെൻഡ് ചെയ്യാനായിട്ടാണ് ഈ 1000 ഐലൻഡ് പാർക്കിൽ പോകുന്നത്. അവിടെ ചില നരേന്ദ്രൻ്റെ യാത്രകൾ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്ത ഒരാളുടെ മുന്നിലാണ് നമ്മൾ ഇരിക്കുന്നത് അല്ലേ. അദ്ദേഹത്തിൻ്റെ യാത്രകൾ പിന്നീട് ചരിത്രമായി മാറി. അദ്ദേഹത്തോടൊപ്പം തന്നെ വായനയിലൂടെ സഞ്ചരിച്ച ടീച്ചർക്ക് എങ്ങനെയാണ് ആ ഒരു അനുഭവം? ഈ സെൻറ്റ് ലോറൻസ് നദിയുടെ തീരത്താണ്, അതായത് കാനഡ ഇപ്പുറത്ത് ന്യൂയോർക്കിൻ്റെ ബോർഡറാണ് വരുന്നത്, അമേരിക്കയുടെ. അപ്പോൾ അങ്ങനെ അപ്പോൾ ആ സെൻറ്റ് ലോറൻസ് നദീതീരവും ഈ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. അപ്പോൾ എന്നിട്ട് അവിടെ സ്വാമിജി ചെന്ന്, സ്വാമിജി ഒരു വളരെ ഹൈ ഒരു സ്പിരിച്വൽ, ഒരു എലിവേറ്റഡ് ഒരു ഇതിലായിരുന്നു. സ്പിരിച്വലായിട്ട് അങ്ങനെ എന്താ താൻ തന്നെ ഒരു ഇങ്ങനെ ബാക്കിയുള്ളവരെ കൂടെ ഉത്തേജിപ്പിക്കാൻ തക്കവണ്ണമുള്ള ഒരു സ്പിരിച്വൽ പവറിലായി സ്വാമിജി അവിടെ. മെഡിറ്റേഷനും കാര്യങ്ങളും ഒക്കെ ആയിട്ട്. പിന്നെ തമാശ ആണല്ലോ, എല്ലായിടത്തും സന്തോഷമായിട്ടാണല്ലോ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ എൻ്റെ സ്റ്റുഡൻസ് ആരെങ്കിലും എങ്ങനെയെങ്കിലും ആരെങ്കിലും കൊണ്ടുവരിക്കും, ഞാൻ എന്തായാലും അവിടെ പോകും എന്ന് ഞാനിങ്ങനെ പറയും. ഈ വഴികളിലൂടെ ടീച്ചർ സഞ്ചരിച്ചു എന്ന രസകരമായ കഥ കേട്ടിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടായി, അതൊന്ന് പറയാമോ? സ്വാമി വിവേകാനന്ദൻ്റെ വഴികളിലൂടെ ടീച്ചറുടെ സഞ്ചാരം, പ്രത്യേകിച്ച് അമേരിക്കയിൽ. എൻ്റെ കൊച്ചുമോള് UK-ലാണ്. അപ്പോൾ മോള് അവിടത്തേക്ക് ഞാൻ പോയി. അപ്പം ഞാൻ ഈ കുട്ടികളാരെങ്കിലും കൊണ്ടുവന്നുള്ള വിശ്വാസത്തിലാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ കസിൻസൊക്കെ പറയും, ഇത് നടക്കില്ല എന്ന് വെച്ചാൽ നടക്കാത്ത സ്വപ്നമാണല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, ആഗ്രഹമാണല്ലോ എന്നൊക്കെ പറയുമായിരുന്നു. അത് കഴിഞ്ഞ് UK ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ദിവസം അവിടുത്തെ ആശ്രമത്തിൽ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട്, അമ്മയ്ക്ക് 1000 ഐലൻഡ് പാർക്കിൽ പോകണ്ടേ എന്നൊരു ചോദ്യം. അപ്പോൾ എനിക്ക് അന്തം വിട്ടുപോയി. എന്ന് വെച്ചാൽ ഞാൻ അതൊന്നും ആലോചിക്കാനും നമുക്കുള്ള ഒരു ഇതില്ല. അങ്ങനെ അവൾ കൊണ്ടുപോയി പോകുന്നൊന്നും ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല. അപ്പോൾ അവൾ പിന്നെ US വിസയൊക്കെ റെഡിയാക്കി ചേട്ടനെ ഇവിടുന്ന് വിളിച്ച്, ചേട്ടനും കൂടെ വരാമെന്ന് വെച്ചാൽ ഈ 1000 ഐലൻഡ് പാർക്കിലേക്ക് പബ്ലിക് വെഹിക്കിൾസ് ഇല്ല. അപ്പോൾ കാറ് റെൻ്റ് ചെയ്തൊക്കെ പോകണം. അപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് അവനവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് അതൊക്കെ ഉണ്ട്. അവനെ ഇവിടുന്ന് കൊച്ചിയിൽ നിന്ന് അവൻ അങ്ങോട്ടും അവിടെ വന്ന് അങ്ങനെ ഞങ്ങൾ ഒന്നിച്ച്, എൻ്റെ ഒരു നെവ്യൂ ഉണ്ട്, ഹസ്ബൻഡിൻ്റെ നെവ്യൂ ന്യൂയോർക്കിൽ ന്യൂജേഴ്സിയിലുണ്ട്. അവിടെ പോയി അവിടുന്നാണ് ഞങ്ങൾ സിറാക്യൂസിൽ പോയിട്ട് കാറും എടുത്ത് 1000 ഐലൻഡ് പാർക്കിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഈ കാർ ഓടിച്ച് പോയി അങ്ങോട്ട് പോയി അങ്ങ് അവിടെ എത്താറൊക്കെയപ്പോൾ ഞാൻ പറഞ്ഞു, അയ്യോ അവിടുന്ന് ലെഫ്റ്റ് ഒരു പാലമുണ്ട്, അതിൽ കൂടെ പോയാൽ. അപ്പോൾ ഇവർക്കൊക്കെ അതിശയം, ഞാൻ എന്തായി പറഞ്ഞത്, എനിക്ക് റൂട്ടൊക്കെ വായിച്ച് അന്ന് നല്ല കാണാപ്പാടമാണ് ആ വഴികളൊക്കെ. ഞാൻ പറയുന്നിടത്തൂടെയൊക്കെ തന്നെ ഇതുണ്ട്, അത് കേൾക്കുമെങ്കിലും ഞാൻ അതിന് മുമ്പേ ചാടിക്കയറി പറയും അങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അത്രയ്ക്ക് മനസ്സിലന്ന് കിടന്നിരുന്നതാണ്. ഇന്ന് കുറേ അങ്ങ് ആറിപ്പോയി, എന്നാലും അത്രയില്ല. എന്നിട്ട് അവിടെ ചെന്നു, ഈ കെട്ടിടം കാണുമ്പോഴത്തേക്കും നമുക്കത് കണ്ടപ്പോഴേ മനസ്സിലായി ഇതാണ് എത്തിയെന്നും പറഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞ് പിന്നെ അവിടെ എല്ലാ മുറികളും ഈ പറഞ്ഞ പോലെ പാർലർ, സ്വാമിജി ഇരുന്നെഴുതിയ ആ സ്ഥലം, ക്ലാസ് എടുത്ത സ്ഥലം എല്ലാം കണ്ടു. അതൊക്കെ കാണുമ്പോൾ എന്താ പറഞ്ഞാൽ അതിൻ്റെ ഫീലിംഗ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക്. എന്നുവെച്ചാൽ സ്വാമിയുടെ പ്രസൻസ് എല്ലായിടത്തും ഫീൽ ചെയ്യും, അതാണ് ഒന്നാമത്തെ കാര്യം. അങ്ങനെ ഒരു ആഗ്രഹം ഭഗവാൻ ശരിക്ക് പരമ കൃപാലുവായിട്ടുള്ള ഭഗവാന്റെ ആ കൃപ ഞാൻ ശരിക്കും അറിഞ്ഞു, അനുഗ്രഹിച്ചാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ ഇവർ പ്ലാൻ ചെയ്തു, ഞാൻ അറിഞ്ഞില്ല. ചേട്ടാ 2 ആഴ്ച കൂടുതലില്ലേ, അപ്പോൾ നമുക്ക് വേറെ എവിടെയെങ്കിലും പോകാമെന്നും പറഞ്ഞ് അവർ ചിക്കാഗോ
അതൊക്കെ ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്തു, ഞാൻ അറിഞ്ഞില്ല. തിരിച്ച് ന്യൂജേഴ്സിയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ചിക്കാഗോ പോയി. അപ്പോൾ എനിക്കാണെങ്കിൽ ഇങ്ങനെയുണ്ട്, ഇവിടെ നിന്ന് കാറിൽ പോകാൻ പറ്റും, ചിക്കാഗോയിൽ എങ്ങനെ പോകുന്നൊക്കെയാണ് ഞാൻ ആലോചിക്കുന്നത്. പറ്റുന്നെങ്കിൽ അവിടെ കൂടെ പോയാലത് മനസ്സിലാഗ്രഹമാണെങ്കിലും പറയാൻ അറിഞ്ഞൂടാ. ഇത് ഇത്രയും ദൂരം എങ്ങനെ ഫ്ലൈറ്റാണെന്നൊന്നും ഞാൻ അത് ബുക്ക് ചെയ്ത് വെച്ചാൽ ഭയങ്കര സന്തോഷമായി. പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് കുറേ വിഷമിച്ചു നടന്നൊക്കെ, എന്നാലും അവിടെ പോയി. അവിടെ അന്ന് തുറക്കൂല എന്ന് പറഞ്ഞു. പിന്നെ അവസാന സമയം കഴിഞ്ഞ് തുറന്നു തന്നു. അതിനകത്ത് അവിടെ ചെല്ലണം എൻ്റെ പ്രദീപ്. അത് അവിടെ ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും സ്വാമിജി പ്രസംഗം കഴിഞ്ഞിട്ട് ഇപ്പം അങ്ങോട്ട് ഇറങ്ങിപ്പോയേ ഉള്ളൂ എന്ന് തോന്നും. അതുപോലൊരു സൈലൻസ് എന്താണെന്ന് പറഞ്ഞാൽ ആ വൈബ്രേഷൻസ് അവിടെ നിൽക്കുകയാണ് ശരിക്ക് ആ ഹാളിൽ ചെന്ന് കഴിഞ്ഞ്. ഞാൻ അവിടെ ചെന്ന് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് കരച്ചിൽ വന്നു. മോനും മോളും അവരൊക്കെ ഒരു വളരെ ഇമോഷണലായിപ്പോയി. കുറേ നേരം അവിടെ ഇരുന്നു. അവിടെ കുറേ നേരം ഇരുന്നിട്ട് ഇങ്ങനെ അത് കാണുകയാണ്. അവിടെ ഇരുന്ന് ആ സീറ്റ് വരെ പടങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ അതേപോലെ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. എന്തൊക്കെയോ അറേഞ്ച്മെൻറ്റ്സ് വ്യത്യാസപ്പെടുത്തിയെന്ന് പറഞ്ഞ് നമുക്ക് കണ്ടാൽ തോന്നില്ല, അതേ സ്റ്റേജും അതൊക്കെ തന്നെ. അപ്പോൾ ആ ലിവിങ് പ്രസൻസ് എന്ന് പറയുന്നത് അവിടെ. എന്നിട്ട് അത് കഴിഞ്ഞ് കുറച്ച് സമയം സ്പെൻഡ് ചെയ്തിട്ട് വെളിയിലിറങ്ങി വരുമ്പോഴത്തേക്കും സ്വാമിജിയുടെ ആ കൈ കെട്ടി നിന്നുള്ള ഫോട്ടോ ഉണ്ടല്ലോ, അതാണ് ഇറങ്ങി വരുന്നത്. അവിടെ വെച്ചിട്ട് അവിടെ ഒരു സീറ്റ് ഇട്ടിട്ടുണ്ട്. അവിടെ ചെന്നിരുന്ന് ഞാൻ ഏങ്ങി കരഞ്ഞു. മോനും കരഞ്ഞു. എല്ലാവരും ഭയങ്കര കരച്ചിലവിടെ ഇരുന്നതെന്ന് വെച്ചാൽ അത്രയ്ക്കായിരുന്നു അവിടുത്തെ വൈബ്രേഷൻസ്. പറഞ്ഞറിയിക്കാൻ വയ്യ. നമുക്ക് ഈ പറയില്ലേ ഓരോടത്ത് പോകണേ എന്തിനാ ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറയിച്ചു. അങ്ങനെയല്ല, ഓരോ സ്ഥലത്ത് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകതയുണ്ട്. ഇത്രയും കേൾക്കുമ്പോൾ ചോദിക്കാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ടീച്ചർക്ക് ശ്രീരാമകൃഷ്ണ പരമഹംസർ, അതോടൊപ്പം തന്നെ സ്വാമി വിവേകാനന്ദൻ, ഇരുവരും ടീച്ചർക്ക് ആരായിരുന്നു എന്നുള്ളതാണ്. വഴികാട്ടിയായിരുന്നോ, ഗുരുവായിരുന്നോ, അതോ അവതാര പുരുഷന്മാരായിരുന്നു? ഭഗവാനെ ശരിക്കും അവതാര പുരുഷനാണെന്നുള്ള വിശ്വാസമുണ്ട്, ഭഗവാനായിട്ടുണ്ട്. പക്ഷേ ഭഗവാനാണെങ്കിലും ഈ വചനാമൃതം ഗോസ്പൽ ഓഫ് ശ്രീരാമകൃഷ്ണ വായിച്ചു കഴിയുമ്പോൾ ഭഗവാൻ എല്ലാമാണ് നമ്മളുടെ. സ്വാമിജിയൊക്കെ പറയുന്ന പോലെ തന്നെ അതേ ഫീലിംഗാണ് ഇപ്പോൾ വരുന്നത്, നമുക്കുള്ളിൽ വരുന്നത്. ഭഗവാൻ എന്നുള്ള ഭക്തി, ഭയമില്ല. അത് ഭയം എന്ന് പറയാൻ പറ്റില്ല, ഭക്തിയുണ്ട് നല്ലോണം. പക്ഷേ അതിനെക്കാളും സ്നേഹമാണ് എനിക്ക്. ഞാൻ പറഞ്ഞ ഈ സ്വാമിമാരിൽ നിന്ന് കിട്ടുന്ന വാത്സല്യം കൊണ്ട് ഭഗവാനെ ആ ലെവലിൽ ആ ഒരു സ്നേഹം കിട്ടുന്ന ഇതിലാണ് ഞാൻ ആ ഭഗവാന്റെ സ്നേഹം എന്ന് പറയുമ്പോൾ അതാ ആസ്വദിക്കുന്നത്. അപ്പോൾ അത് തന്നെ എനിക്ക് കിട്ടും. അപ്പോൾ ആ ഈശ്വരനാണെന്ന് തോന്നും. അതേസമയം ഒരു സുഹൃത്തിൻ്റെ എന്തും പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരാൾ, അങ്ങനെയാണ്. എന്തും ഭഗവാനോട് പറയാൻ സ്വാതന്ത്ര്യമുള്ള ഒരാൾ. എന്നെ കൊണ്ടുപോകുന്നൊക്കെ ഞാൻ പറയുന്നതിൽ മൂച്ചി പറയുന്നത് പോലെയാണ് പറഞ്ഞിരുന്നത്. എന്നെ ഭഗവാൻ കൊണ്ടുപോയിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വിശ്വാസം രക്ഷിക്കുന്നു പറഞ്ഞ വാസ്തവത്തിൽ അത്ര വിശ്വാസത്തോടെയാണ് ഞാൻ പറഞ്ഞത്. എന്നെ കൊണ്ടുപോയി. അല്ലെങ്കിൽ 1000 ഐലൻഡ് പാർക്കിലൊക്കെ ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്നും അത് ആലോചിക്കാൻ വയ്യ. അപ്പോൾ അങ്ങനെ ഭഗവാനെ ആ രീതിയിൽ തന്നെയാണ് കാണുന്നത്. ഈശ്വരനാണ്, അതേസമയം നമ്മളുടെ ഒപ്പം എപ്പോഴും ഉണ്ട്. വിളിച്ചാൽ ഓടി വരും, കൂടെ കാണും എന്നൊക്കെ അതൊരു വിശ്വാസം എനിക്കങ്ങനെയാണ്. പിന്നെ സ്വാമിജി ആണെങ്കിലും ഈ പറഞ്ഞ പോലെ സ്വാമിജിയെ ബഹുമാനം വെച്ചാൽ അങ്ങ് ആ ഒരു പൊക്കത്തിൽ കാണുന്നതിനെക്കാട്ടിലും എനിക്ക് വാത്സല്യത്തിൽ കാണാനാണ് ഇപ്പോൾ ഇഷ്ടം. എപ്പോഴും ആ മുരട്ട് ഇതാണെങ്കിലും ചില സമയത്തൊക്കെ തോന്നിയത് എന്താ ഇങ്ങനെ പറയുന്നതൊക്കെ തോന്നും ചില സമയത്ത്. എന്നാലും ഭക്തിയുണ്ട്, ഭക്തി ഇല്ലാതില്ല. പക്ഷേ ബഹുമാനം പോകുന്നുമില്ല. എന്നാലും ഫ്രീഡം ഒരു എന്നുവെച്ചാൽ ഞാൻ ഈ ഭഗവാൻ ഇവരെ വളർത്തിയെടുക്കുന്ന ശിഷ്യനെ ഞാൻ അതിൻ്റെ കൂടെ അങ്ങ് ജീവിക്കുകയായിരുന്നു ആ ബുക്കിൽ. അതുകൊണ്ട് അല്ല എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ 16 പേരുണ്ടായിരുന്നല്ലോ സന്യാസി ശിഷ്യന്മാർ. അപ്പോൾ അവരോട് ഭഗവാൻ ദേവിയും അവരും കൂടെയുള്ള ആ ജീവിതം അതുപോലെ അങ്ങ് ആസ്വദിച്ചു. അതിനകത്തോട്ട് അങ്ങ് ഇഴുകി ചേർന്നു. ഭയങ്കരമായിരുന്നു എനിക്ക് ആ സമയത്തൊക്കെ. ഞാൻ അപ്പോഴാണ് അറിയുന്നത് ഈ അച്ഛനൊക്കെ അച്ഛനുള്ള സമയത്ത് ഞാനിത് അറിഞ്ഞില്ല. അച്ഛൻ ഭയങ്കര ഭക്തനായിരുന്നു. ഞാനും അച്ഛനും കൂടെ അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടുമില്ല. ഇപ്പം എനിക്ക് തോന്നും എന്തൊക്കെ സംസാരിക്കാമായിരുന്നു അച്ഛൻ്റെ അടുക്ക്. എനിക്കിപ്പോൾ സംസാരിക്കാൻ ആളില്ല വേറെ. ഇത് മാത്രമേ പറയാനും ഇഷ്ടമുള്ളൂ. ആവേശം കൂടിപ്പോവും പറയുമ്പോൾ, അതേ ഉള്ളൂ. എനിക്ക് അനുഭവം അതുപോലെയാണ്. അതുകൊണ്ട് അങ്ങനെ തോന്നും. നമ്മൾ അവിടേക്ക് പോയ പോലെ ഉണ്ടല്ലേ? അതെ, ശരിക്കും 1000 ഐലൻഡ്സിലും സ്വാമി താമസിച്ച ഇടത്തും സ്വാമി സഞ്ചരിച്ച വഴികളിലും സ്വാമിയുടെ ആ ഇന്ദ്രജാലം നിറഞ്ഞ പ്രസംഗം മുഴങ്ങിയ ഷിക്കാഗോയിലെ ഹാളിലുമൊക്കെ കൊണ്ടുപോയ പോലെ നമ്മളെ ഇമോഷണലാക്കി. ടീച്ചർ വായനയിലൂടെയാണ് പോയതെങ്കിൽ ടീച്ചറിന്റെ വാക്കുകളിലൂടെ നമ്മൾ അവിടെ എല്ലാം കണ്ട പോലെ പ്രേക്ഷകരും ഒപ്പം പോയിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും വളരെയധികം നന്ദി ശാരദ ടീച്ചർ, ഈ സമയത്ത് ഈ ദിവസം ജനം TV പ്രേക്ഷകർക്കൊപ്പം ഈ യാത്ര, ഈ ഇമോഷൻസ് പങ്കുവച്ചതിന് നമസ്തേ.
നമസ്തേ നമസ്തേ. ഞാൻ ആ സ്വാമിജിയുടെയും ഭഗവാന്റെയും തൃപ്പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട്